ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ ഒരു നടീൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു നമ്മൾ എങ്ങനെയാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇത് കണ്ട നമ്മളെ മല്ലികപ്പൂവൊക്കെ നല്ല അടിപൊളിയായി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ ചെയ്തപ്പോൾ ഒന്ന് ചാഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്, പൂവിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകട്ടോ. അപ്പോൾ ഞാനിതവിടെ ഒരു ചാക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചാക്കില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളെ ചെടിയൊക്കെ നടുന്ന ഗ്രോ ബാഗ് ആയാലും മതി. ഗ്രോ ബാഗ് ഇല്ലാതെ ചെടിച്ചട്ടിയും ഗ്രോ ബാഗും ഇല്ലെങ്കിൽ ഇതാ ഞാൻ എടുത്ത പോലെ സിമെൻറ്റിൻ്റെ ചാക്കാട്ടോ അത്. അപ്പോൾ ഇങ്ങനത്തെ ചാക്ക് എടുക്കുക കേട്ടോ. ഇതാ ചാക്ക് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡ് ഭാഗങ്ങളൊക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇതിലേക്ക് കരിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കരിയില ഇത് തേക്കിൻ്റെ ഇലയാണ് കേട്ടോ, ഉണങ്ങിയ. അപ്പോൾ ഈ കരിയില ഇട്ട് കൊടുത്താൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. നമ്മൾ ചെടിക്ക് നല്ല ഒരു വളമാണ് കരിയില. അതുപോലെ തന്നെയാണ് നമ്മുടെ ചാക്കിൻ്റെ അടിവശത്ത് വെള്ളം കെട്ടിക്കിടക്കൊന്നുമില്ല കേട്ടോ കരിയില ഇട്ട് കൊടുത്താൽ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ മണ്ണ് നല്ല പോലെ ഉറച്ചിട്ട് പാറ പോലെ ആവുമല്ലോ, അങ്ങനെയൊന്നും ആവില്ല കേട്ടോ കരിയില ഇട്ട് കൊടുത്താൽ. ഈ ചെടികളെ വേരുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ കരിയില പൊടിയുമല്ലോ. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി അതിനും കൂടെ ഇഷ്ടം പോലെ വേരുണ്ടാവും കേട്ടോ. നമ്മൾ ചാക്ക് കൊട്ടുന്ന സമയത്ത് ചെടിൻ്റെ വേര് ഫുള്ള് കരിയിലമ്മ ചുറ്റിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഇലയാണ് കേട്ടോ, സീമക്കൊന്ന. ഈ സീമക്കൊന്ന എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു വളമാണ് കേട്ടോ. വളം മാത്രമല്ല നല്ലൊരു കീടനാശിനി കൂടിയാണ്. ഇപ്പം നമ്മൾ മണ്ണിലൊക്കെ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുമല്ലോ. എന്തിനാണ്? അതായത് മണ്ണിലുള്ള നമ്മളെ ചെടികളെയൊക്കെ ബാധിക്കുന്ന കീടങ്ങളൊക്കെ ചാവാൻ വേണ്ടിയിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കൊക്കെ കടയിൽ പോയി വാങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ പോകാനൊന്നും ആളില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു മരുന്നിട്ടത് ഈ സീമക്കൊന്നേൻ്റെ ഇല. അപ്പോൾ അതാ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെടികൾ ആരും ആക്രമിക്കാൻ വരില്ല കേട്ടോ. അത്രക്കും നല്ല സൂപ്പർ വളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? കുറച്ച് മണ്ണിട്ട് കൊടുക്കണേ. ഇതാണ് കേട്ടോ, സീമക്കൊന്ന നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ താന്ന് പോകും കേട്ടോ മണ്ണ് ചെല്ലുമ്പോൾ. ഇനി ഇതാ ഞാൻ മണ്ണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല മണ്ണാണ്, കല്ലൊന്നും ഇല്ലാത്ത മണ്ണാണ് കേട്ടോ. മേൽമണ്ണ് നോക്കി എടുത്താണ് ഞാൻ. അപ്പോൾ മണ്ണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോന് വിമാനം പറത്തി കളിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു വളമാണ്, അതായത് നമ്മുടെ കമ്പോസ്റ്റ് വളം കേട്ടോ. ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വളമാണ്. ഇതാ കണ്ടോ, ചാണകപ്പൊടി എങ്ങനെയാണോ അതുപോലെ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ പച്ചക്കറി വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് വളമാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ ഞാൻ. ഇനി ഇതാ നമ്മുടെ ചെടി ഇതിലേക്കട് വെച്ച് കൊടുക്കുക. തക്കാളിയാണ് കേട്ടോ നമ്മൾ നടുന്നത്. തക്കാളി 6 തക്കാളി തൈയാണ് കേട്ടുള്ളത്. ഇനി വേറെ വിത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തക്കാളി കൃഷി ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം ഇവിടെ ഉള്ളത് ഞാൻ ഇതിൽ നടുന്നുണ്ട് എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇനി വിത്തൊക്കെ മുളപ്പിച്ചിട്ട് നമുക്ക് നല്ല വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കൃഷി ചെയ്യാം കേട്ടോ. നല്ല രസമാണ് ഈ പരിപാടി, കൃഷി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. കാരണം കരിയിലയും സീമക്കൊന്നൊക്കെ വെച്ചപ്പോൾ മണ്ണ് കുറച്ച് കുറവാണ് തോന്നുന്നുണ്ട്. അത് ചോദിച്ചാൽ ഒരുപാട് മണ്ണിട്ട് കൊടുക്കുകയും ചെയ്തിട്ടോ. ഇനി നമ്മൾ ചെടിയൊക്കെ വലുതായി വരുന്ന സമയത്ത് വളം ചേർക്കുന്ന സമയത്തൊക്കെ നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയാം, നമ്മൾ തക്കാളി തൈ വെച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് തക്കാളി തൈ വെച്ചിട്ട് സ്യൂഡോമോണസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കലക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മളെ വേരൊക്കെ പിടിച്ചിട്ട് നല്ല ചെടിയൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി വളരും കേട്ടോ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ ഒരു വലുതൊന്നും ഒരു ചെറുതൊന്നും ഞാൻ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിച്ചത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു വലുതായി വരട്ടെ. തക്കാളി നല്ല രസമാട്ടോ, കൊല കുത്തി കായ്ച്ച് നിൽക്കുന്നത് കാണാൻ. ഞാൻ ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാക്കലുണ്ട് കേട്ടോ. പ്രാവശ്യം ഇപ്പം നമ്മൾ വീടൊക്കെ പൊളിച്ചിട്ട് നമ്മൾ വാടക വീട്ടിലാണ്. അപ്പോൾ അത് കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ വെച്ചിട്ട് അവരുടെ വീട്ടിലൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ നടിയിൽ തക്കാളി. അപ്പോൾ നിങ്ങൾ നടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്തായാലും ഗ്രോ ബാഗ് ആയാലും ഗ്രോ ബാഗ് ആണെങ്കിലും ചാക്കാണെങ്കിലും ചട്ടിയാണെങ്കിലും ഒക്കെ ആദ്യം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിയിൽ വെച്ച് കൊടുക്കണം. പച്ചില അല്ലെങ്കിൽ ഉണങ്ങിയ ഇല എന്തെങ്കിലും വെച്ചിട്ട് വേണം കേട്ടോ മണ്ണിട്ട് കൊടുക്കാൻ.
അപ്പോഴാണ് നമ്മൾ ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മണ്ണിന് നല്ലൊരു ഒതുക്കുണ്ടാവും കേട്ടോ, പാറ പോലെ ആവൂലേ, മഴയൊക്കെ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ചെടി നടുന്ന സമയത്ത് ഇതുപോലെ ഗ്രോ ബാഗ് നിറച്ചിട്ട് ചെടി നടുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്, അസ്സലാമു അലൈക്കും.